കുറുവന്നൈവേഹ കർമാണി ജിജീവീക്ഷിച്ചതകും സമാഹ ഏവം ത്വയി നാണ്യധേതുസ്തി ന കർമ്മ ലിപ്യതേ എന്ന് പറയും. ഇതിന്റെ സംക്ഷേപിച്ചിട്ട് ആരെങ്കിലും ഒന്ന് വാക്യാന്വയം ചെയ്ത്. ജിജീവിഷേച്ചതകം സമാഹ എന്ന് പറഞ്ഞാല് 100 വർഷം ജീവിക്കാൻ ഇച്ഛിക്കുന്നു എങ്കിൽ അവിടെ ഇത്രയേ ഉള്ളൂ, അനുവാദം മാത്രമാണ്, വിധിയില്ല. എന്നാലും അന്യം വരുന്നത് 100 വർഷം ജീവിക്കാൻ ഇച്ഛിക്കുന്നു എങ്കിൽ അത് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. അവിടെ വേണം എന്നൊരർത്ഥം കിട്ടും. അവിടെ ജീവിക്കണം. എന്തുകൊണ്ടാ? വിധി വന്നു കഴിഞ്ഞു. എവിടെ വിധി? കർമ്മത്തിൽ. പിന്നെന്താണ് അടുത്ത സെന്റൻസ്? അതോ അന്യഥാ പ്രകാരേണ തന്നിരിക്കും. ഈ കർമ്മം ചെയ്തുകൊണ്ട്, വൈദിക കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക എന്നതിൽ നിന്ന് ഭിന്നമായിട്ട് വേറെ ഒരു മാർഗമില്ല. അശാസ്ത്രീയ കർമ്മ സംബന്ധം നിന്നിൽ ഇല്ലാതിരിക്കാൻ. ഇത്രയുള്ള സാധനം. ഓക്കെ, ഇനി എവിടെ എത്തി? 12ാമത്തെ പേജിൽ അല്ലേ? എവിടെയാ ചോദ്യം വന്ന്? കഥം പുനഃ. അവിടം വരെ എത്തിയോ? ശാസ്ത്രവിഹിതാനി കർമാണി അഗ്നിഹോത്രാദീനി. അതുവരെ എത്തിക്കഴിഞ്ഞു. അതഃ ശാസ്ത്രവിഹിതാനി കർമാണി അഗ്നിഹോത്രാദീനി കുറുവന്നേവ ജിജീവിഷേത്. അതുകൊണ്ട് അർത്ഥം എന്താ? അശാസ്ത്രീയ കർമ്മത്തിൽ രക്ഷപ്പെടാൻ ശാസ്ത്രീയ കർമ്മം അല്ലാതെ മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ട് അശാസ്ത്രീയ കർമ്മത്തെ ഒഴിവാക്കാൻ ശാസ്ത്രീയമായ കർമ്മം. ശാസ്ത്രീയ കർമ്മത്തിന്റെ സംബന്ധം ഒഴിവാക്കാൻ, ലേപം ഒഴിവാക്കാൻ ശാസ്ത്രീയ കർമ്മമല്ലാതെ മറ്റൊരു മാർഗവും. 3ാമത്തെ ടിപ്പണി എടുത്ത് നോക്കിയാൽ മതി. അശുഭകർമ്മ ലേപ അഭാവായ, അശുഭകർമ്മ ലേപത്തിന്റെ അഭാവത്തിനായിട്ട് എന്ന് പറഞ്ഞാൽ അശുഭകർമ്മ സംബന്ധം ഇല്ലാതിരിക്കാൻ പ്രകാരാന്തര ഭാവ മറ്റൊരു പ്രകാരമില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ വരെ കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ 11ാമത്തെ പേജിലെ ടീക്കയുടെ 3ാം പങ്ക്തി കാണുക. പൂർവമന്ത്രേണ ജ്ഞാനം വിഹിതം യസ്യ തസ്യൈവ ഉത്തരമന്ത്രേണ കർമ്മവിഹിതം തതഃ സമുച്ചയാനുഷ്ഠാനേ താത്പര്യം മന്ത്രസ്യ ഇതി ഏകദേശീ ശങ്കാം ഉദ്ഭാവയതി. ഏകദേശി എന്ന് പറഞ്ഞ ആരാ? ഏകദേശം ഒരു മനുഷ്യ പോലുള്ളത് കൊണ്ടാണോ ഏകദേശി എന്ന് പറഞ്ഞേ? എന്നാലും സിദ്ധാന്തിയുടെ ഏകദേശം. കുറച്ച് ഭാഗം മാനിക്കും, കുറച്ച് ഭാഗം മാനിക്കത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ. അതായത് ഈ വേദാന്തം അങ്ങനെയൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ കുറെയൊക്കെ മനസ്സിലാവും, കുറെ മനസ്സിലാവാതിരിക്കുമ്പോൾ ആരുടെ കൂടെയും പോയി കളയും. ചിലപ്പോൾ പൂർവപക്ഷി പറഞ്ഞാണ് ശരിയും തോന്നിയിട്ട് അതിനനുസരിച്ച് സംസാരിക്കും. ചിലപ്പോൾ രണ്ടിന്റെ ഇടയിലായിരിക്കും കക്ഷി. ഇവിടെ എന്താ പറയുന്നത്? പൂർവമന്ത്രേണ, 1ാം മന്ത്രത്താൽ, ഈശാവാസ്യം ഇതം സർവം എന്ന് തുടങ്ങുന്ന മന്ത്രത്താൽ, യസ്യ ജ്ഞാനം വിഹിതം, ആർക്ക് വേണ്ടിയാണോ ജ്ഞാനത്തെ വിധാനം നടത്തിയത്, വിധിച്ചത് നടത്താട്ടോ, വിധാനം നടത്തി വിധിച്ചത്. അവിടെ പറയുമ്പോഴേക്ക് ലോകത്തിലെ അർത്ഥമല്ല, വിധിച്ചിട്ടുണ്ട്. ഏതിനെ? ജ്ഞാനത്തെ. പൂർവപക്ഷി പറയാണ് ജ്ഞാനത്തെ വിധാനം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ജ്ഞാനത്തിന് വിധിയില്ലാത്തത് കൊണ്ട്. വിധിയിൽ ഇതെന്താ പറയുന്നത്? ജ്ഞാനത്തിന് വിധിയില്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനത്തിന് വിധിയില്ലാത്തതുകൊണ്ട് എന്നാണ് പറയാ. ജ്ഞാനം വിധാനം ചെയ്യാൻ പറ്റില്ല എന്നതിന്റെ അർത്ഥം എന്താ? ജ്ഞാനത്തിന് വിധിക്കാൻ പറ്റില്ല. ജ്ഞാനം പ്രമാണജന്യമാണ്, വിധിജന്യമല്ല. ജ്ഞാനം പ്രമാണജന്യമാണ്, പക്ഷേ പുരുഷതന്ത്രമല്ല, പുരുഷന് അധീനമായിട്ട് ജനിക്കുന്നില്ല. പുരുഷന് അധീനമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കർത്തും അകർത്തും അന്യഥാ കർത്തും വാശക്യം പുരുഷ. അങ്ങനെ തന്നെ ചെയ്യാം, മാറ്റും ചെയ്യാം, ചെയ്യാതിരിക്കാം, പുരുഷന് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ജ്ഞാനം എന്നുള്ളത് വസ്തു പ്രമാണത്തിന് അധീനമായിട്ട് സംഭവിക്കുന്നതാണ്. അവിടെ പുരുഷന്, അതായത് വസ്തുവായിട്ട് ഒരു വസ്തു ആകാശത്തിൽ ബലാഗ പറക്കുകയാണ്, കണ്ണുമായിട്ട് സന്നികർഷം നടന്നാൽ ബലാഗയുടെ ജ്ഞാനം ഉണ്ടാവും. അയ്യോ ഇനി ജ്ഞാനം ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. മനസ്സിലായോ? പക്ഷെ ഒരു കർമ്മം പറഞ്ഞിട്ട് അത് ജീവനെ വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം, തിരിച്ചും ചെയ്യാം. ഇതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവന്. അവനെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് സ്വാതന്ത്ര്യം എന്ന് പറയാൻ കാരണം. പക്ഷെ ജ്ഞാനത്തിന്റെ കാര്യത്തിൽ പുരുഷന് ഒരു സ്വാതന്ത്ര്യവുമില്ല. ഓക്കെ, പ്രമാണം ഉണ്ടെങ്കിൽ പരമ ഉത്പന്നമായേ പറ്റത്തുള്ളൂ, പ്രതിബന്ധകൻ ഇല്ലെങ്കിൽ. കണ്ണുണ്ട് എന്ന് കരുതിയിട്ട് പരമാണുക്കളെ കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? പരമാണുക്കൾക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വേറെയും വരും. പ്രമാണം ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. സാമാന്യമായിട്ട് പ്രമാണം ഉണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം ബാക്കി എല്ലാ കാരണങ്ങളും അവിടെ ഉണ്ട്. ഇനി പ്രമാണം കൂടി ഉണ്ടെങ്കിൽ കാര്യോത്പന്നമാവും. ഇവിടെ എന്താ പറയുന്നത്? പൂർവമന്ത്രേണ ജ്ഞാനം യസ്യ വിഹിതം. ആർക്കാണോ ജ്ഞാനം വിധാനം ചെയ്യപ്പെട്ടത്, ആർക്കാണെങ്കിലും നോക്ക്. തസ്യൈവ ഉത്തരമന്ത്രേണ കർമ്മവിഹിതം. അവന് തന്നെയാണ്
കുറുവന്നൈവേഹി കർമാണി എന്നുള്ള രണ്ടാമത്തെ മന്ത്രത്തിലൂടെ കർമ്മം വിധാനം നടത്തിയത്. ഇതിന്റെ അർത്ഥം എന്താണെന്നോ? ഈ സമുച്ചയത്തിനെ കുറിച്ച് നമ്മൾക്ക് ഇനി പല ഗ്രന്ഥങ്ങളിലും പഠിക്കാൻ വരും. സമുച്ചയത്തിൽ തന്നെ ക്രമസമുച്ചയം, സമസമുച്ചയം എന്ന് രണ്ടാക്കാം. ശ്രദ്ധിച്ചോ, ബാക്കി ഇതിലായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടതാണ്. ഈ ക്രമസമുച്ചയത്തിൽ തന്നെ ആദ്യം കർമ്മം, പിന്നെ ജ്ഞാനം, ഈ ക്രമം സംഭവിക്കാം. പക്ഷേ ചെയ്യുന്ന ആള് ഒരാളല്ല ഇവിടെ. എന്ന് പറഞ്ഞാൽ ചൈത്രൻ ഗൃഹസ്ഥനായിരുന്നപ്പോൾ കർമ്മം ചെയ്തു. അവൻ സന്യസിച്ച സമയത്ത് ജ്ഞാനത്തിന് വേണ്ടിയുള്ള അഭ്യാസമാണ്. അന്നപ്പോൾ ചൈത്രൻ ഒന്നാണെങ്കിലും ഗാർഹസ്ഥ്യ വിശിഷ്ട ചൈത്രനും സന്യാസിയായിരിക്കുന്ന ചൈത്രനും തമ്മിൽ ഭേദമുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയിലല്ല കർമ്മവും ജ്ഞാനവും കയറി വന്നത്. മനസ്സിലായോ? ഇതാണ് സിദ്ധാന്തത്തിന് പറയാൻ പോകുന്നത്. പൂർവപക്ഷി പറയാൻ പോകുന്നത് ജ്ഞാനം ഉത്പന്നമായാലും ആ ജ്ഞാനിയും കർമ്മം ചെയ്യണം. ഉദാഹരണത്തിന് ദർശപൂർണമാസ യാഗം വിധിക്കുന്ന സ്ഥലത്ത് ദർശത്തില് 3 കർമ്മം, പൂർണിമയിലും 3 കർമ്മം. ഇത് കഴിഞ്ഞിട്ട് പ്രയാജാതി അംഗയാഗങ്ങൾ വേറെയുണ്ട്. ആഗ്നേയം, അഗ്നിശോമിയം, ഉപാംശു എന്ന് പൂർണിമയിലും, ആഗ്നേയം, ഐന്ദ്രം ദധി, ഐന്ദ്രം പയഹ എന്ന് 2 സാന്നായങ്ങള്, 2 സാന്നായം, 1 ആഗ്നേയോ, ഇങ്ങനെ 3 കർമ്മം ദർശത്തിലും നടത്തും. ഈ 6 കർമ്മത്തിന് ശേഷം പ്രയാജ അനുയാജാതി കർമ്മങ്ങൾ അംഗകർമ്മങ്ങളായിട്ടുണ്ട്. അവിടെ കേവലം ദർശപൂർണമാസ യാഗം മാത്രം ചെയ്താൽ ഫലം കിട്ടത്തില്ല. അതിന്റെ അംഗയാഗങ്ങളായിരിക്കുന്ന പ്രയാജ അനുയാജാദികൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇതുപോലെ ജ്ഞാനം കൊണ്ട് മാത്രം കൈവല്യം എന്നുള്ള മോക്ഷം സിദ്ധിക്കത്തില്ല. മറിച്ച് ജ്ഞാനാനന്തരം ജ്ഞാനത്തിന്റെ ഫലത്തിനായിട്ട് കർമ്മം ചെയ്യണം. അതുകൊണ്ട് ആരാണോ ജ്ഞാനി അവൻ തന്നെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം. കാര്യം മനസ്സിലായിക്കൊള്ളണം. ഇവിടെ സിദ്ധാന്തി പറയും, ഇവിടെ കൂടുതൽ ക്രമത്തിലെ സമുച്ചയം സമ്മതിക്കും. എങ്ങനെ? ദേവദത്തൻ, ചൈത്രൻ ആരെങ്കിലും ഗൃഹസ്ഥനായിരിക്കുന്ന സമയത്ത് കർമ്മം, അതിനുശേഷം സന്യാസിയായിരിക്കുന്ന സമയത്ത് കർമ്മമില്ല, പിന്നെ ജ്ഞാനം. ഇത് ക്രമമാണെങ്കിലും ഒരേ വ്യക്തിയിലല്ല വരുന്നത്. വ്യക്തി ഒന്നല്ലേ? വ്യക്തി ഒന്നാണെങ്കിലും വിശിഷ്ട രൂപത്തിൽ ഭിന്നമായി പോകുന്നുണ്ട്. എന്ന് പറഞ്ഞ എന്താ അർത്ഥം കിട്ടി? ജ്ഞാനിയായ ശേഷം സന്യസിച്ച ശേഷം ജ്ഞാനത്തിൽ മാത്രമാണ് പ്രയത്നം, അവനോട് കർമ്മത്തിൽ പ്രയത്നമില്ല. ഇനി ആലോചിക്കുക, സന്യാസി ആണെങ്കിൽ കർമ്മം ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഗൃഹസ്ഥനായിരിക്കുന്ന സമയത്ത് അവന്റെ അധികാരം എവിടെയാ? കർമ്മത്തിലാണ് അധികാരം, അവിടെ ജ്ഞാനത്തിൽ അധികാരമില്ല. അതുകൊണ്ടാണ് ഈ ജ്ഞാനം സന്യാസിക്കാണെന്ന് പറയുന്നത്. പിടി കിട്ടിയോ? എന്തുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നു? ഗൃഹസ്ഥനായിരിക്കുന്ന സമയത്ത് ആ ഗൃഹസ്ഥാശ്രമത്തിലെ കർമ്മങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് സാമാന്യ നിയമമാണെങ്കിലും നിങ്ങൾക്ക് ബൃഹദാരണ്യക ഉപനിഷത്തിലൂടെ അഥവാ ചാന്തോക്യത്തിലൂടെ കേൾക്കുന്ന സമയത്ത് ഈ വിചാരത്തിന് യോഗ്യനല്ലാത്ത സന്യാസിക്ക് എന്ന് പറയാല് ബുദ്ധിമാന്ദ്യാദികൾ അല്ലെങ്കിൽ ഗുരുപസക്തി ഇല്ല ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടെങ്കിലല്ലേ മനസ്സിലാക്കുള്ളൂ. നോവലൊന്നല്ലല്ലോ സ്വന്തം നിലയ്ക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാം. പഠിപ്പിച്ചാൽ പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെയാണ് സ്വന്തം നിലയ്ക്ക് വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നും കിട്ടാതെ പോകുമ്പോൾ എന്ത് ചെയ്യുക? ഉപാസന നടത്തുക. അതിൽ ഇല്ലെന്നല്ല. ബൃഹദാരണ്യകത്തിന്റെ നിങ്ങൾ ലാസ്റ്റ് 4-5 അധ്യായത്തിന് സമയത്ത് ഇതിനെപ്പറ്റി നിരൂപണം നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെയോ? ഇവിടെ സാമാന്യമായിട്ടൊരു കഥനമാണ് ഇങ്ങനെ വരുന്നത്. അവിടെ തന്നെ ഇനിയും നമ്മൾക്ക് അതിനെ മാറ്റാം. അവിടെ ഉപാസനയാണ് വിധിച്ചത്, കർമ്മമല്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഭാഗമാണ് ഗീതയിലെ 6-ാം അധ്യായമാണല്ലോ. ആരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണം വെച്ചത് യോഗാരൂഢ തസ്യവ ശമക്കാരണം വെച്ചത്. ഈ ഭാഗം നിങ്ങൾ ഭാഷ്യം ടീക്ക വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചു. നമ്മളെ മലയാളം വ്യാഖ്യാനം ഉണ്ട്, അത് ടെലഗ്രാമിലാണ്, അവിടുന്ന് വേണേ എടുത്ത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ക്രമം ഒന്നിച്ച് വെച്ച് തരുന്നുണ്ട് അവിടെ. ആദ്യം കർമ്മം,
കർമ്മം ചെയ്ത് ശുദ്ധനായ അന്ധക്കരണത്തിൽ എത്തിയാല് എന്ത് പറ്റി? സന്യാസത്തിൽ നിന്ന് അവൻ ആരോടും ഇച്ചു ആരുരുക്ഷു മുനേഹേ. അപ്പോൾ യോഗത്തിൽ ആരോഢം ചെയ്യാൻ, യോഗത്തിൽ എത്തിച്ചേരാൻ ഇച്ഛിക്കുന്ന മുനി സന്യാസി ആദ്യം എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ സന്യാസത്തിന് മുന്നേ അവന് കർമ്മമാണ് കാരണമായി മാറുന്നത്. അപ്പൊ അവിടെ കർമ്മം ചെയ്ത് അന്ധക്കരണം സിദ്ധമായി കഴിഞ്ഞാൽ പിന്നെ വേദാന്ത അധ്യാസം നടത്തിയിട്ട് അതിൽ നിന്ന് എന്ന് പറയാൻ വേദാന്ത ശബ്ദ പ്രതിപാദ്യമായിരിക്കുന്ന വസ്തുവിനെ മനസ്സിലായിട്ട് അതിൽ നിധിധ്യാസനം ചെയ്യാൻ പറ്റും. ആ വസ്തുവിനെ നിധിധ്യാസനം ചെയ്യുന്ന ആ അവസ്ഥയാണ് യോഗാരൂഢാവസ്ഥ എന്ന് പറയുന്നത്. ടീക്കേ. അതിനുശേഷം പിന്നെ എന്താണ്? അല്ല, അതിനെ ഒന്നും കൂടി പുറകോട്ട് വരും. അവിടുത്തെ അതാണ് വിഷയം. അതായത് കർമ്മം ചെയ്ത് ആ സമയത്ത് തന്നെ കർമ്മിയാണവൻ വേദാന്ത ശാസ്ത്ര ശ്രവണത്തിൽ നിന്ന് അവൻ എവിടെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന വസ്തുവിനെ കുറിച്ചുള്ള ചിന്തനത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചിന്തനത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നവന് പിന്നെ സന്യാസമാണ് വിധിച്ചത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ചെറിയൊരു വ്യത്യാസം മനസ്സിലായോ? സന്യസിച്ച ശേഷമാണോ പഠനം വരുന്നത്, സന്യസിക്കുന്നതിന് മുന്നേ ആണോ പഠനം വരുന്നത്? രണ്ടും ശാസ്ത്രത്തിൽ സമ്മതമാണ്. ഇവിടെ ഇപ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കളയാണ്, രണ്ട് ഭാഗമാക്കുകയാണ്. ടീക്കേ. എന്ന് പറഞ്ഞാൽ സന്യാസിക്ക് ജ്ഞാനവും കർമ്മിക്ക്, അതായത് ഗൃഹസ്ഥന് കർമ്മവും, ഇങ്ങനെ രണ്ടാക്കി വിധിച്ചു. അവിടെ എത്തുന്ന സമയത്ത് കർമ്മം ചെയ്ത് അന്ധക്കരണം ശുദ്ധമായി ബ്രഹ്മാകാര വൃത്തിക്ക് പാകമായാൽ അവനാണ് സന്യാസം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൃത്തിക്ക് പാകമാവണമെങ്കിൽ അവന് ശാസ്ത്രാഭ്യാസം വേണ്ടേ? അപ്പോൾ അന്ധക്കരണ ശുദ്ധി, കർമ്മം, അന്ധക്കരണ ശുദ്ധി, ശാസ്ത്രാഭ്യാസം. അവിടെ നിന്ന് നിധിധ്യാസനത്തിൽ എത്തിയാൻ പറ്റുന്ന രീതിയിൽ യോഗാരൂഢ തസ്യവ, യോഗത്തിൽ ആരൂഢം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാകാര വൃത്തി, പരോക്ഷാകാര വൃത്തിയിൽ എത്തുന്നവനാണ്. അവന് ശമം എന്ന് പറഞ്ഞാല് സന്യാസത്തിലാണ് അധികാരം. ഇങ്ങനെയാണ് അവിടത്തെ സ്വീകൻസ് പോകുന്നത്. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇത് രണ്ട് സ്ഥലത്ത് വെക്കാം. അധ്യയനം, സന്യാസം, സന്യാസം, അധ്യയനം. ഇവിടെ വരും, പ്രശ്നമില്ല. രണ്ട് രീതിയിൽ സംഭവിക്കാം. ചിലർ അധ്യയനത്തിന് ശേഷം സന്യസിക്കാം, ചിലർ സന്യസിച്ച ശേഷം അധ്യയനം നടത്താം. അതായത് ഇത് ഒരു ശ്ലോകം മുമ്പ് കേട്ടതല്ലേ? ശിഖാസൂത്ര പരിത്യാഗി വേദാന്ത ശ്രവണം വിന വർത്തമാനസ്ഥ സന്യാസി പദത്യേവന സംശയ. അതായത് ശിഖാസൂത്ര പരിത്യാഗി എന്ന് പറഞ്ഞ സന്യാസി വേദാന്ത ശ്രവണം ഇല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് പതിക്കുക തന്നെ ചെയ്യാൻ സംശയിക്കേണ്ടതാണ്. അപ്പൊ അതിനൊന്നും ഉദ്ദേശിച്ചതേ തനിക്ക് ചെയ്യേണ്ട കർത്തവ്യമായിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തി നടത്താൻ പറ്റാതെ പോവുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു വേറെ ശ്ലോകമുണ്ട്. ത്വംപദാർത്ഥ വിവേകായ സന്യാസ സർവകർമ്മണാം. ത്വംപദാർത്ഥമായിരിക്കുന്ന ജീവന്റെ ശുദ്ധഭാവമായിരിക്കുന്ന കൂട്ടസ്ഥനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിധിധ്യാസനം വേണ്ടേ? അതാണ് ത്വംപദാർത്ഥ വിവേകം. വിവേകത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ താദൃശ ശുദ്ധ കൂട്ടസ്ഥന്റെ ജ്ഞാനത്തിനായിട്ട് സകല കർമ്മണാം സന്യാസം വിധിച്ചത് അതിനാണ്. അതായത് തത്വം പദാർത്ഥങ്ങളിൽ ത്വംപദാർത്ഥമായിരിക്കുന്ന ജീവന് ഞാൻ എന്നുള്ള അവസ്ഥയിൽ നമ്മൾക്ക് ശരീരത്തിൽ നല്ല അഭിമാനമുണ്ട്. തത്പദാർത്ഥമായിരിക്കുന്ന ഈശ്വരിൽ നമ്മൾക്ക് അഭിമാനം ഇല്ലാത്തത് കൊണ്ട് ബന്ധനം കുറവാണ്. ഇവിടെയാണ് അധ്യാസം നമ്മൾക്ക് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യാസ അവസ്ഥയിൽ നിന്ന് മാറിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ശരീരമല്ല ഞാൻ, കേവല പരമാത്മാവാണെന്ന് തിരിച്ചറിയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എപ്പോഴും എത്രയോ കാലങ്ങളായിട്ട്, എത്രയോ ജന്മങ്ങളായിട്ട് അധ്യസിച്ചിരിക്കുകയാണ് ശരീരത്തിൽ ഞാനെന്ന്. അത് മാറ്റിക്കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഏറ്റവും മെനക്കേട് ചെയ്യേണ്ടത് ത്വംപദാർത്ഥ നിരൂപണത്തിന് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ത്വംപദാർത്ഥ വിവേകായ സന്യാസ സർവകർമ്മണാം. ബാക്കി എന്താ മുന്നോട്ട്? ശാസ്ത്രാദി വിധീയതേ യസ്മാത് തത്യാഗി പതിതോ ഭവേത്. ശാസ്ത്രത്താൽ സന്യാസം വിധിച്ചത് ഇതിനു വേണ്ടിയാ. അത് ചെയ്യുന്നില്ലെങ്കിൽ പതിതനായിരിക്കും എന്നൊക്കെ സന്യാസത്തെ വിധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എവിടത്തെ കേട്ടോ? എന്താണ് പൂർവപക്ഷിയുടെ അഭിപ്രായം? പൂർവമന്ത്രത്താൽ ആർക്കാണോ ജ്ഞാനം വിധിച്ചത് അവന് തന്നെയാണ് ഉത്തരമന്ത്രത്താൽ കർമ്മത്തെയും വിധാനം നടത്തിയത്. അപ്പോൾ കർമ്മവും ജ്ഞാനവും ഒരാൾ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം. തതഹ, അതുകൊണ്ട് എന്ത് പറ്റി? സമുച്ചയ അനുഷ്ഠാന താത്പര്യം മന്ത്രദ്വയസ്യ. ഈ രണ്ട് മന്ത്രങ്ങൾക്ക്, ഒന്നും രണ്ടും മന്ത്രങ്ങൾക്ക് താത്പര്യം എവിടെയാണ്? സമുച്ചയത്തിൽ. സമുച്ചയത്തിന്റെ അർത്ഥം എന്താ? കൂട്ടിച്ചേർക്കുക. ഏതുമായിട്ട് കൂട്ടിച്ചേർക്കാനാ പറയുന്നത്? കർമ്മത്തെയും ഉപാസനയും കൂട്ടിച്ചേർക്കുക. അല്ല, കർമ്മ ഉപാസനയും കൂട്ടിച്ചേർക്കാം, ബുദ്ധിമുട്ടില്ല. കർമ്മത്തെയും ജ്ഞാനത്തെയും ജ്ഞാനോപാസന ഒന്നല്ലേ?
അല്ല. ജ്ഞാനം അല്ല. അല്ല. ഉപാസനയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവില്ലേ? അന്ധക്കരണ ശുദ്ധി വഴി ജ്ഞാനം. ഉപാസനയിൽ നിന്ന് അന്ധക്കരണ ശുദ്ധി ഉണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടാവുമോ? ഇല്ല, ഉപാസനയോട് ഞാൻ ഉണ്ടാവില്ല. ഉപാസന എന്തുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാവാത്തത്? പ്രമാണമില്ലാത്തതുകൊണ്ട്. ശാസ്ത്രത്തിൽ നിന്ന് ഉപാസന മാത്രമേ ജ്ഞാനം പ്രമാണാത്മകമല്ല ഉണ്ടാവൂ. എന്നുള്ളത് കൊണ്ട് അത് പ്രമേയ ജനിപ്പിക്കത്തില്ല. ജ്ഞാനം എന്നുള്ളത് യഥാർത്ഥ ജ്ഞാനം പ്രമ എന്നാണ്. പ്രമേയുടെ ജനകനാരാ? പ്രമാണമാണ്. എത്ര വിധ പ്രമാണമുണ്ട് വേദാന്തത്തില്? 6 വിധം. 6. ഏതൊക്കെ? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ആഗമം, അർത്ഥാപത്തി, അനുപലബ്ധി. പ്രമാണം. ഉപമാനം എന്നുള്ളൊരു പ്രമാണമുണ്ട്. ഓക്കെ. ഉപമാന പ്രമാണത്താൽ ഏതിനെ ഗ്രഹിക്കുക? ശക്തിജ്ഞാനം. ശക്തി എന്ന് പറയാൻ അർത്ഥം പദപദാർത്ഥ സംബന്ധം. പദപദാർത്ഥ സംബന്ധമാണ് ശക്തി. പദവും പദാർത്ഥവും തമ്മിലുള്ള സംബന്ധത്തെയാണ് ശക്തി എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ശക്തം പദം ശക്യം അർത്ഥം എന്ന് പറയും. ശക്തി എവിടെയാണോ ഉള്ളത് അതിന് നമുക്ക് രണ്ടാക്കാം. ശക്തി എന്നുള്ള സംബന്ധമായതുകൊണ്ട്, സംബന്ധം നിനിഷ്ടമായതിനാൽ പദത്തിലും പദാർത്ഥത്തിലും ശക്തിയിരിക്കും. ശക്തിയുടെ ആശ്രയം ശക്യം. അപ്പോൾ ശക്തിയുടെ ആശ്രയം പദാർത്ഥം, പദാർത്ഥം ശക്യമായി. ആ ശക്തിയുടെ നിരൂപകനാണ് ശബ്ദം എന്നുള്ളത് കൊണ്ട് പദമായി ശക്തം. നിരൂപകതാ സംബന്ധേന ശക്തി ആശ്രയത്വം ശക്തത്വം എന്നൊക്കെ നിങ്ങൾ നൈയായികന്മാർ പറഞ്ഞ് പഠിപ്പിക്കും. അത്രയൊന്നും പോകണ്ട, കഷ്ടപ്പെടണ്ട. അങ്ങനെ ഇരിക്കെ സമുച്ചയ അനുഷ്ഠാന താല്പര്യം. സമുച്ചയം ചെയ്ത് അനുഷ്ഠാനം നടത്തണം എന്നുള്ളതിലാണ് താല്പര്യം. അതായത് ഒരു വ്യക്തി തന്നെ ജ്ഞാനത്തെയും കർമ്മത്തെയും അനുഷ്ഠിക്കണം എന്ന് പറയാം. ബ്രഹ്മാകാര വൃത്തിയിലെത്തിയാൽ തഥാകാര വൃത്തിയും നടത്തണം. സോ ശാഖ വർണ്ണത്തിനനുസരിച്ച് കർമ്മവും ചെയ്യണം. ജ്ഞാനത്തിൽ എത്തിക്കഴിഞ്ഞാല് വർണ്ണബോധം ഉണ്ടാവുമോ? ബോധം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നിങ്ങളുടെ അജാശത്രു ബ്രാഹ്മണത്തില് അജാശത്രു ബാലാജിയോട് പറയുന്നത് നീ ബ്രാഹ്മണനല്ലേന്ന്. സമുച്ചയാനുഷ്ഠാന താത്പര്യം മന്ത്രദ്വയസ്യതി ഏകദേശി ശങ്കാമുദ്ഭാവയതി. ഏകദേശി സ്വന്തം ശങ്കയെ ഉദ്ഭാവനം നടത്തുകയാണ്, പ്രകടിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു പോയത് ശരിയല്ല, പിന്നെ എങ്ങനെ വേണം? ആരാണോ ജ്ഞാനി അവൻ തന്നെയാണ് കർമ്മി. ജ്ഞാനിയായിരിക്കുന്നവന് കർമ്മത്തെ വിധാനം നടത്താനാണ് ഇപ്പോൾ 2 മന്ത്രങ്ങളും കൂടി ശ്രമിച്ചിരിക്കുന്നത്. സമുച്ചയ അനുഷ്ഠാനത്തിലാണ് താത്പര്യം. നതു ഏകൈക അനുഷ്ഠാനേ. കർമ്മിക്ക് കർമ്മവും സന്യാസിക്ക് ജ്ഞാന അഭ്യാസത്തിനും അല്ല ശ്രുതി താല്പര്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം. ഇതിനനുസരിച്ച് ചോദ്യം ഉന്നയിക്കാൻ പോവുകയാണ്. 12ാമത്തെ പേജിൽ 4ാമത്തെ പങ്ക്തിയിൽ ചോദ്യം കണ്ടോ? കഥം പുനരിതം അവഗമ്യത്തെ പൂർവേണ മന്ത്രേണ സന്യാസിനോ ജ്ഞാനനിഷ്ഠോക്ത ദ്വിതീയന തദാശക്തസ്യ കർമ്മനിഷ്ഠേതി. ഇവിടം വരെ ചോദ്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആദ്യം ആ ചോദ്യം ഉന്നയിച്ചത്, ആ ചോദ്യ ചിഹ്നം അവിടെ വെക്കേണ്ട ആവശ്യമില്ലത്, അവസാനം കൊണ്ടുവച്ച് വെച്ചാൽ മതി. കഥം പുനരിതം അവഗമ്യതേ. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? എന്ത്? പൂർവേണ മന്ത്രേണ സന്യാസിനോ ജ്ഞാനനിഷ്ഠ ഉക്ത. 1ാം മന്ത്രത്താൽ സന്യാസിക്ക് വേണ്ടി ജ്ഞാനനിഷ്ഠ പറയപ്പെട്ടു എന്നും ആർക്ക് വേണ്ടിയല്ല? പറ മൈക്കിൽ. കർമ്മിക്ക് വേണ്ടിയാണ്. കർമ്മിക്ക് വേണ്ടിയല്ല. ഇനി 2ാമത്തെ പറയാണ് ദ്വിതീയന കേന മന്ത്രേണ തദശക്തസ്യ. കസ്മിൻ അശക്തസ്യ? സന്യാസി അശക്തസ്യ. കസ്യ? ഗൃഹസ്ഥസ്യ കർമ്മനിഷ്ഠ ഉക്തേതി. സന്യാസത്തിൽ അശക്തന് കർമ്മനിഷ്ഠയാണ് പറയപ്പെട്ടത് എന്നും സന്യാസിക്ക് ജ്ഞാനനിഷ്ഠ പറയപ്പെട്ടു എന്നും, 1ാം മന്ത്രത്തിലൂടെ സന്യാസിക്ക് ജ്ഞാനനിഷ്ഠ പറയപ്പെട്ടു എന്നും 2ാം മന്ത്രത്തിലൂടെ കർമ്മിക്ക്, അതായത് സന്യാസേണ ജ്ഞാനനിഷ്ഠയിൽ അശക്തനായിരിക്കുന്ന ഗൃഹസ്ഥന് കർമ്മനിഷ്ഠ പറയപ്പെട്ടു എന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? കഥം അപഗമ്യതയെ ലട്ടില്ല. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നതിന്റെ അർത്ഥം എന്താ? ടീക്കയിലോട്ടാണ്. 2 ടീക്കയും ഭാഷ 2 ലെവലിലാണ് പോയത്. ടീക്കയിൽ എന്താ പറഞ്ഞത്? ഒരാൾക്ക് തന്നെയാണ് സമുച്ചയം ചെയ്യേണ്ടത്. ഭാഷത്തിലെ ചോദ്യം എന്താ? നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഇത് വെവ്വേറെ ആൾക്കാർക്കാണ് ചെയ്യേണ്ടത് എന്ന്? മനസ്സിലായോ? ഇതാണ് ഭാഷയും ഇതൊക്കെ പോകുന്നവരുള്ള ആ സെന്റൻസ് മേക്കിങ്ങിൽ വന്നിരിക്കുന്ന അർത്ഥഭേദം നല്ലോണമുണ്ട്. പക്ഷെ ഒരേ സ്ഥലത്ത് എത്തിച്ചേരും സാധനം, അല്ലേ?
അപ്പോൾ ഉത്തരം പറയൂ അല്ലേ? ഉച്യതേ. ആരാണ് ഉച്യത എന്ന് പറയുന്നത്? ഭാഷകാരനാ, പക്ഷെ സിദ്ധാന്തിയുടെ മുഖത്ത് നിന്നുള്ളതാണ്. ടീക്കെ പറയുന്നു. ഇത് ഉത്തരം പറയുന്നതിന് മുന്നേ നമ്മൾക്ക് കുറച്ച് ടീക്ക കാണാം. ടീക്കാകാരൻ എന്താ പറയുന്നത് നോക്ക്. ശുദ്ധ ബ്രഹ്മജ്ഞാന കർമ്മണി നൈഘാധികാരേ വിരുദ്ധത്വാത് ഋതുഗമന ത്രിദണ്ഡ ധർമ്മവത് അസ്തേവ തത്രാവിക്രമേണൈക കർത്തൃത്വമിതി ചേത് ന വിശിഷ്ട രൂപഭേദാത് ഭിന്നാധികാരത്വാത് യച്ചുക്തം ജ്ഞാനകർമ്മണോർ വേദവിഹിതത്വേന ശുദ്ധിസാമ്യാത് വിരോധോ അസിദ്ധൈതി തദസത് ഋതുഗമന ത്രിദണ്ഡ ധർമ്മയോരപ്പി അവിരോധ പ്രസംഗാത് തദുഭയം ന ഏകസ്യ വിഹിതമിതി ചേത് തുല്യമേതത് പ്രതിഷേധത്ര സമുച്ചയതി ചേത് ഇഹാവി തുല്യഃ ന കർമ്മണ ന പ്രജയധനേന ത്യാഗേനൈകാമൃതോത്തമാനുഷുഃ ന അനുധ്യായ ബഹുശബ്ദാൻ വ്യാജവിക്ലാപനമി തത് ഇത്യാദി പ്രതിഷേധഃ. ഇത് ഇനിയും പൂർവപക്ഷ സിദ്ധാന്തി തമ്മിൽ ചോദ്യത്തിന്റെ മാല പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീക്കെ ഇനി ശ്രദ്ധിച്ചോ. ഇതുവരെയുള്ള പോലെ അല്ലത്. അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. ഇതിന്റെ ആദ്യം അടുത്ത പേജിൽ എന്ന് നോക്കിയ നിങ്ങൾ 13 എന്താ എഴുതിയത്? ജ്ഞാനകർമ്മണോർ വിരോധം എന്ന് പറഞ്ഞില്ലേ? കണ്ടില്ലേ? തുടക്കത്തിൽ 13-ാം പേജ് 1. ഇതിനെയാണ് ഇനി നമ്മൾ ടീക്കയിൽ കാണുന്നത് ബ്രഹ്മജ്ഞാന കർമ്മണി എന്ന് പറഞ്ഞു. ഇതിന്റെ ടിപ്പണി നോക്ക്, 4-ാം നമ്പർ ടിപ്പണി. ജ്ഞാനകർമ്മണോൻ ഇത്യാദി ഭാഷ്യേ. ഇതെവിടെയാ ജ്ഞാനകർമ്മണോർ ഭാഷ്യത്തിൽ വന്നത്? 13-ാം പേജിലാണ്. ടീക്കെ നിങ്ങളെ ഒരു കാലത്ത് പഠിപ്പിക്കാനിരിക്കുന്ന നേരം കറങ്ങിപ്പോണ്ട വിചാരിച്ചിട്ടാ ഞാൻ ഇത് എവിടെയാന്ന് എടുത്ത് കാണിച്ചു തരുന്നത് സാധനം. ജ്ഞാനകർമ്മണോർ ഇത്യാദിന ഭാഷ്യേ അന്തർഹിതം യുക്തിജാലം ആവിഷ്കുറുവൻ സമാധാനം അവതാരയതി. ആ ഭാഗത്ത് ഭാഷ്യകാരൻ അന്തർഹിതമായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് യുക്തിജാലമുണ്ട്. യുക്തി മാത്രമല്ല, യുക്തിയുടെ ജാലമാണിത്. ഇതിനെ ആവിഷ്കരിച്ചും കൊണ്ട്, ആവിഷ്കുറുവൻ ശത്രന്ത പ്രയോഗമാണ്, ആവിഷ്കരിച്ചും കൊണ്ട് സമാധാനം അവതാരയതി, ഈ ചോദ്യത്തിനുള്ള സമാധാനം അവതരിപ്പിക്കാൻ പോവുകയാണ്. എങ്ങനെ? ശുദ്ധജ്ഞാന കർമ്മണി എന്നും പറഞ്ഞു. ടിപ്പണി തന്നെ മുന്നോട്ട് പോട്ടെ. കാര്യബ്രഹ്മജ്ഞാന കർമ്മണോഹോ സമുച്ചയസ സിദ്ധാന്തേപി അധീഷ്ടത്വാത്. ഇതെല്ലാം അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണേ. നിങ്ങൾ സിദ്ധാന്തം പഠിക്കണമെങ്കിൽ ടീക്ക വേണം. ഭാഷ്യം വേറെ ലെവലിലാ പോവുക. അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഭാഷ്യം സിദ്ധാന്തത്തെ അവലംബിച്ചും കൊണ്ട് ഒരു പോക്കാ പോവുക. സിദ്ധാന്തത്തിന്റെ മുഖ്യ ഭാഗമൊന്നും അവിടെ അവതരിപ്പിക്കൂല. മനസ്സിലായോ? ഇതൊരു പ്രശ്നമാണ് വേദാന്തത്തിൽ പഠിക്കാൻ. കേവലം ഭാഷ്യം കൊണ്ടൊന്നും ഈ അവരുടെ സിദ്ധാന്തത്തിന്റെ ഗതി മനസ്സിലാവൂല. ആ ഒരു ചോദ്യം അവരെ തലയിലുണ്ട്, ബാക്കി ഭാഗം മാത്രമേ ഭാഷ്യത്തിലൊക്കെ കയറി വരത്തുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്നറിയണമെങ്കിൽ ടീക്ക ടിപ്പണി പോകണം. മനസ്സിലായോ? ഇതാണ് നമ്മൾ ടീക്ക ടിപ്പണി കൊണ്ടുപോകുന്നത്. പല സ്ഥലത്തും, അത്യാവശ്യ സ്ഥലത്ത് നമ്മൾ ടീക്കയിലേക്ക് ടിപ്പണിയിലേക്ക് ഇറങ്ങും. ശുദ്ധ ബ്രഹ്മജ്ഞാന, ശുദ്ധ ബ്രഹ്മ ജ്ഞാനകർമ്മണോഹെന്നൊന്നും വായിച്ചേക്കല്ലേ. ശുദ്ധ ബ്രഹ്മജ്ഞാനം ച കർമ്മ ചെയ്തി, ശുദ്ധ ബ്രഹ്മജ്ഞാനസ്യ കർമ്മണശ്ചേതി. അങ്ങനെയാണ്, ഷഷ്ടിയാണ്. രണ്ടും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാല് ശുദ്ധബ്രഹ്മ അല്ലല്ലോ, കാര്യബ്രഹ്മജ്ഞാന കർമ്മണോ. ആരായി കാര്യബ്രഹ്മം? ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭനാണ്. കാര്യബ്രഹ്മജ്ഞാനം അതേപോലെ കർമ്മം, ഇതിന്റെ സമുച്ചയം നടത്താൻ പറ്റുമോ? പറ്റും. രണ്ടും ആവിദ്യകമാണ്. ടീക്കെ കർമ്മ ഉപാസന സമുച്ചയം നടത്താം. മുന്നോട്ട് പോയാല് നിങ്ങളുടെ 9-ാം മന്ത്രം മുതൽക്ക് ഇതാണ് നമുക്ക് അവതരിപ്പിക്കേണ്ടത്. ഉപാസന സമുച്ചിത കർമ്മത്തെ നമുക്ക് സമുച്ചയിക്കേണ്ടതാണ്. ഇത് സിദ്ധാന്തിക്ക് അഭിമതമാണ്. ഇതാണ് പറയുന്നത് സമുച്ചയ സിദ്ധാന്തേപി അഭീഷ്ടത്വാത്. സിദ്ധാന്തത്തിലും ഇഷ്ടപ്പെട്ട കാര്യമാണ് കാര്യബ്രഹ്മ ഉപാസനയും. ഇവിടെ ജ്ഞാനം എന്ന് പറയുന്ന ഉപാസനയാണ്. കാര്യബ്രഹ്മ ഉപാസനയും കർമ്മവും തമ്മിലുള്ള സമുച്ചയം ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ശുദ്ധേതി ബ്രഹ്മവിശേഷണം. അതുകൊണ്ടാണ് ബ്രഹ്മത്തിന് വിശേഷണമായിട്ട് ടീക്കയിലെ ശുദ്ധ എന്ന് പദം കൊടുത്തത്. മനസ്സിലായോ? ശുദ്ധബ്രഹ്മജ്ഞാന കർമ്മങ്ങൾ തമ്മിൽ എന്നാണ്. ഇനിയും ടീക്ക തന്നെ നോക്കിക്കോ. വിശേഷണം കാര്യബ്രഹ്മജ്ഞാനം തു തതുപാസ്തിരവേദ ബുദ്ധ്യം. കാര്യബ്രഹ്മജ്ഞാനത്തിന്റെ അർത്ഥം എന്താ? കാര്യബ്രഹ്മ ഉപാസന, ഉപാസ്തിര ഉപാസനം എന്നർത്ഥം. കാര്യബ്രഹ്മജ്ഞാനം എന്ന് പറയാം കാര്യബ്രഹ്മത്തിന്റെ ഉപാസന. ഇത് ലോകത്തെ പ്രസിദ്ധമല്ല കേട്ടോ. ഇനി അല്ല ഞാൻ പ്രത്യേകിച്ച് പേര് പറഞ്ഞില്ല, ഇത് അതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരരുത്. മനസ്സിലായോ? ഇത് വൈദികമാണ്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപാസന ലോകത്ത് ഇന്ന് ആരും ചെയ്യാൻ സാധ്യതയില്ല. കാരണം തൊട്ടിട്ട് വേണ്ട, പുസ്തകം എന്താന്ന് അറിഞ്ഞിട്ട് വേണ്ട ബാക്കി കാര്യം മനസ്സിലാക്കുക.
ഇനി ആശ്രമങ്ങളിലാണെങ്കിൽ ഇത് വളരെ ഗൗണമായിട്ടാണ്, ഉപാസനയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല. ടീക്കെ. അതായത് പറയും ഭാഷ്യകാരൻ, സൃഷ്ടിയിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, പിന്നെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഉപാസനയിൽ നിന്ന് സമ്പന്നമാവുന്ന ഹിരണ്യഗർഭ ലോകത്ത് പോകാൻ ആർക്കാ താല്പര്യം? അതുകൊണ്ട് കേവലം ബ്രഹ്മസ്വരൂപത്തെ നിരൂപണം നടത്തുക എന്നുള്ളത് മാത്രമാണ് താല്പര്യം. ഇനി നിങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനി ടീക നോക്ക്. ശുദ്ധ ബ്രഹ്മജ്ഞാന കർമ്മണി ന ഏകാധികാരേ വിരുദ്ധത്വാത്. ശുദ്ധ ബ്രഹ്മജ്ഞാനവും കർമ്മവും ഒരു അധികാരിയിലല്ല. എന്തുകൊണ്ടാ? സ്വഭാവത്തിൽ വിരോധമുള്ളത് കൊണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് 3-4 പേജുകളിലൊക്കെ സംസാരിച്ചതാണ്. ശുദ്ധ സ്വഭാവത്വം ആണ് സ്വരൂപാരുടേത്, ബ്രഹ്മത്തിൻ്റെത്. ടീക്കെ. അന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് വിരോധമുണ്ട് കർമ്മവുമായിട്ട്. നോക്കെ പറയാണ്, ശുദ്ധ ബ്രഹ്മജ്ഞാനവും കർമ്മവും ഒരധികാരിക്ക് വരത്തില്ല. എന്തുകൊണ്ടാ? വിരുദ്ധത്വാത്, പരസ്പര വിരോധമുള്ളത് കൊണ്ട്. ഈ പറഞ്ഞതിന് ദൃഷ്ടാന്തം കൊടുക്കുകയാണ്. ഋതുഗമന ത്രിദണ്ഡി ധർമ്മവത് ഋതൗ ഭാര്യാം ഉപയാത്. നിങ്ങൾക്കിത് ടീക്കയിൽ തന്നെ കാണാം മുന്നോട്ട്. ഋതുകാലത്ത് ഭാര്യാസംബന്ധം, ഏതിന് പുത്രോത്പത്തിക്കായിട്ട് ഭാര്യാസംബന്ധം പറയുന്നുണ്ട്, ശ്രുതിയിലും പറയുന്നുണ്ട്. ചിലര് പറയേ, അതായത് വിവാഹം എന്നുള്ളത് ഒരു പുത്ര ഉത്പത്തിക്ക് മാത്രമാണ്. നമ്മളത് പലപ്പോഴും പറയാറുണ്ട് ഈ ഒരു വിഷയം. അന്നപ്പോൾ എന്ത് കരുതും? പിന്നെ ഭാര്യയെ വീട്ടിൽ കൊണ്ടുവച്ചാക്കേണ്ടതാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ബൃഹദാരണ്യ ഉപനിഷത്തിൽ അവസാനം പുത്രൻ ഉത്പന്നമാവാതെ ഭോഗം നടത്തണമെങ്കിൽ ഇന്ന മന്ത്രം ചെയ്താൽ മതി എന്ന് പറയത്തില്ലായിരുന്നു. ഓക്കെ. അതായത് ഈ ശാസ്ത്ര പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ നമ്മുടെ സ്റ്റേജിൽ കയറിയിട്ട് ശാസ്ത്രത്തെ തട്ടുന്നത്. അവരിങ്ങനെയൊക്കെ വികലമാക്കി കളയും. അങ്ങനെയൊന്നല്ല, ശാസ്ത്രത്തെ മനസ്സിലാക്കി എങ്ങനെയാ കൊണ്ടുപോകുന്നത്. ഇവിടെ എന്താ ദൃഷ്ടാന്തം കൊടുത്തത്? ഋതുഗമന ത്രിദണ്ഡി ധർമ്മവത്. ത്രിദണ്ഡി എന്നുള്ളത് എന്തുകൊണ്ട്? ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ 5ാമത്തെ ടിപ്പണി കുറച്ച് കാണാം. ഇവിടെ ദൃഷ്ടാന്തമാണ്, ഋതുഗമനവും ത്രിദണ്ഡി ധർമ്മവും ഒരേ വ്യക്തിയിൽ വരത്തില്ല. എന്തുകൊണ്ടാ? വിരോധമുള്ളത് കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കുക, ത്രിദണ്ഡി ധർമ്മവും ഋതുഗമനവും ഒരേ വ്യക്തിയിൽ വരത്തില്ല, വിരോധമുള്ളത് കൊണ്ട്. ഇനി ഇതിന്റെ 5ാമത്തെ ടിപ്പണി മനസ്സിലാക്കുക. ഋതുഗമന ഇത്യാദി അത്ര ഗൃഹസ്ഥ സന്യാസി ധർമ്മപതിഥി ന ഉക്തം. ഇവിടെ അനുമാന പ്രയോഗമാണ് നടന്നത് ടീക്കയില്. ശുദ്ധ ബ്രഹ്മജ്ഞാന കർമ്മണി നൈകാധികാരേ വിരുദ്ധത്വാത്. ഏതുവാണ് വിരുദ്ധത്വം? ഏകാധികാര അഭാവമാണ് സാധ്യം. ശുദ്ധ ബ്രഹ്മജ്ഞാന കർമ്മമാണ് അവിടുത്തെ പക്ഷം. ദൃഷ്ടാന്തമായിട്ടാണ് ഋതുഗമന ത്രിദണ്ഡി ധർമ്മത്തെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഗൃഹസ്ഥ സന്യാസി ധർമ്മവത് എന്ന് പറഞ്ഞില്ല? അതിന് ഉത്തരം പറയാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയാണ്, സ്നാന ആചമന ജപാതി സാധാരണ ധർമ്മ അന്തർഭാവേന ദൃഷ്ടാന്തത്വ അനുപപത്തേഹേ. ഇതിനെ ദൃഷ്ടാന്തമാക്കാൻ പറ്റാതെ പോകും. എന്തുകൊണ്ടാ? സ്നാനം, ആചമനം, ജപം ഇതൊക്കെ തന്നെ 2 പേർക്കുണ്ട്. ആർക്ക്? ഗൃഹസ്ഥനുണ്ട്, സന്യാസിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വിരുദ്ധ ധർമ്മവത്വം നഷ്ടപ്പെട്ടു പോകും. ഈ വിരുദ്ധ ധർമ്മവത്വത്തിന്റെ ദൃഷ്ടാന്തമായിട്ട് ഇനിയിപ്പോൾ സന്യാസി ഗൃഹസ്ഥിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനാചമന ആദികൾ 2 പേർക്കും സമാനമായിരിക്കും. വിരോധം അവിടെ കാണത്തില്ലല്ലോ. പിന്നെ എങ്ങനെ ഗൃഹസ്ഥ സന്യാസി ധർമ്മവത് എന്ന് ദൃഷ്ടാന്തം കൊടുക്കും? സാധാരണ ധർമ്മ അന്തർഭാവേന ദൃഷ്ടാന്തത്വനുപത്തി. ഒരു കാരണം പറയാം, ദൃഷ്ടാന്തം അല്ലാതെ പോകും. ഓമേട്ടോ. സിദ്ധാന്തി വിവിധ സന്യാസേ സമുച്ചയവാദിന വിപ്രതിപത്തേശ്ച. സിദ്ധാന്തി അഭിമതമായിരിക്കും സന്യാസത്തിൽ, സമുച്ചയവാദിക്ക് വിപ്രതിപത്തി ഉണ്ട്. എന്ന് പറയുന്ന അർത്ഥം, സിദ്ധാന്തി പറയുന്ന സന്യാസം ഉണ്ടല്ലോ, ഏതാ? പരമംസ പാരിവ്രാജിക സന്യാസം. അതായത് കുടീചകൻ, ബഹൂദകൻ, ഹംസൻ, പരമഹംസൻ, ഇങ്ങനെ സന്യാസം പലതായി പോകുന്നുണ്ട്. ദണ്ഡി എന്നുള്ളത് ഹംസനുമല്ല പരമഹംസനുമല്ല. പക്ഷേ ശങ്കരാചാര്യരുടെ കയ്യിൽ ആരാ ദണ്ഡ് കൊടുത്ത്? ആരാ ഇത് പിടിപ്പിച്ചത്? അതായത് നോർത്ത് ഇന്ത്യയിൽ കാശിയില് മഹേഷാനന്ദ സംസ്ഥ, അവിടുത്തെ വലിയ വലിയ പുലികളായിരുന്നു പണ്ടത്തെ ആചാര്യന്മാര്. ഓക്കെ. അപ്പൊ എനിക്ക് ആരാണ് മഹേഷാനന്ദജി? പിന്നെ ഉള്ളതാണ്. അതിന്റെ മുന്നേ നൃസിംഹാനന്ദജി മറ്റുമാണ് ഇതിന്റെ സംസ്ഥാപകൻ. നിങ്ങൾ കാശി പോയി കഴിഞ്ഞാലേ ഇവരുടെ എവിടെയാണത്? മൈതാകിനിയുടെ ആ സ്ഥലത്തേക്കാണ് ഇവരുടെ ആശ്രമമുണ്ട്. ആശ്രമത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, കാരണം ചോദിച്ചാൽ കാര്യം അറിയാം. മൈതാ. അപ്പൊ അവിടുന്ന് ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്. അവരിറക്കുന്ന പുസ്തകമൊക്കെ ടോപ്പ് ലെവൽ പുസ്തകങ്ങളാണ്. പഞ്ചപാദിക എന്ന് പറഞ്ഞാല് ബ്രഹ്മസൂത്രത്തിന്റെ, അതൊരു വലിയ കഥയുണ്ട് കേട്ടോ അതിന്റെ പിറകില്.
ബ്രഹ്മസൂത്രത്തിന്റെ മൊത്തം സൂത്രത്തിനും വ്യാഖ്യാനം എഴുതാൻ വേണ്ടിയിട്ട് ഭാഷ്യകാരൻ ആരെ ഏൽപ്പിക്കുന്നത്? സുരേശ്വരാചാര്യർ. പക്ഷെ ബാക്കിയുള്ള 3 ഉണ്ടല്ലോ, ഈ സുരേശ്വരാചാര്യര് പണ്ട് ആരായിരുന്നു? മണ്ഡനമിശ്രനായിരുന്നു, കർമ്മകാണ്ഡിയാണ്. ആരാണ് ഗുരു? ടീക്കേ, കുമാരില ഭട്ടന്റെ ശിഷ്യനാണിത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തു പറ്റും? ഇങ്ങേരെ കൊണ്ട് എഴുതിച്ചാല് ശരിയാവത്തില്ല. ഇത് ദ്വൈതകാണ്ഡം കയറി വരും. ഇങ്ങനെ എല്ലാം കൂടിയും പറഞ്ഞ് ഭാഷ്യകാരനെ, ടീക്കേ, അതാണ്. അങ്ങനെയെല്ലാം കൂടിയും അങ്ങനെ ഒഴിവാക്കി. ഇത് ആർക്ക് കൊടുത്തു? പത്മപാദർ കൊടുത്തു. ടീക്കേ, അങ്ങനെ അങ്ങേര് എഴുതി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കറങ്ങി നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് കക്ഷി. ഭാഷകാരൻ പറയുന്നുണ്ട് പോകണ്ട പോകണ്ട. ടീക്കേ, ഇല്ല ഒരൊറ്റ കറക്കത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് കറങ്ങിയിട്ട് എവിടെ എത്തും? ഉടുപ്പിക്ക് അടുത്തെത്തും. അപ്പം പോന്ന പോക്കിലുണ്ട് മാമന്റെ വീട്. ഏതായാലും വീട്ടിൽ കയറി കിടക്കാം. മാമന്റെ വീട്ടിൽ കയറി കിടന്നപ്പോൾ ഈ പുസ്തകം ഉണ്ട് കയ്യിൽ. ഏത്? പഞ്ചവാദിക. എഴുതി പിടിപ്പിച്ചിരിക്കുന്നതല്ലേ. ഇത് ആരാ വായിക്കുന്നത്? ഇപ്പം തന്നെ ഉടുപ്പി ഏരിയയിലെ സ്ഥിതി അറിയാലോ. ദ്വൈതികൾ കൊടികുത്ത് വാഴുന്ന ഇടമാണത്. അങ്ങനെയുള്ള ഇടത്ത് പോയിട്ട് മാമന്റെ വീട്ടിൽ ബുക്കും വെച്ച് കുളിക്കാൻ പോയപ്പോൾ മാമൻ ഈ ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിച്ചു. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇവൻ, എന്റെ മരുവാൻ എങ്ങനെയെന്നുള്ളത് നോക്കിയപ്പോൾ മരുവാൻ ഉണ്ട് സ്വന്തം സിദ്ധാന്തത്തെ എല്ലാം കൂടി പണ്ട് ഇവൻ പറഞ്ഞതാണെന്നല്ല ഇന്ന് ഇവൻ പറയുന്നത്. ഇവന്റെ തല ആരോ ഒരാള് മാറ്റിയിടുന്നു. ഈ ബുക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആപത്തി ഉണ്ടല്ലോ. ഇതിൽ നിന്ന് വേറെ കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. പ്രതിയോഗിയെ സംസാരിക്കാൻ വിളിക്കുക എന്നുള്ളതാണ്. ഇത് അതല്ല ചെയ്തത്. പ്രതിയോഗിയെ നശിപ്പിച്ചു കളയാണ്. ശക്തമായൊരു പ്രതിപക്ഷമില്ലാതെ പോകുമ്പോൾ ഗവൺമെന്റ് എപ്രകാരം നാറും എന്നുള്ളത് കൂടിയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെ പറ്റിയപ്പോൾ തിരിച്ചു വരുമ്പോഴേക്ക് ഇങ്ങനെ എന്ത് ചെയ്തു? ഇത് കത്തിക്കാൻ തീരുമാനിച്ചു. കത്തിക്കുന്നേരം മരുവന്റെ ബുക്ക് മാത്രം കത്തിച്ചു കഴിഞ്ഞാലേ മരുവൻ വേണേ തലക്കടിയും. ഇങ്ങനെ എന്ത് ചെയ്തു? ആ വീട്ടിന് തീയിട്ട് കളഞ്ഞു. വീടും ബുക്കും ഒന്നായിട്ട് കത്തി. മരുവൻ വന്നപ്പോൾ പറഞ്ഞു കത്തിപ്പോയടാ, കത്തിപ്പോയി. അങ്ങനെ ഈ മരുവൻ ഇനിയും എഴുതുന്ന ഉറപ്പല്ലേ, ഇവനാരാ മോൻ. അപ്പൊ ഇവന് മരുന്നും കൊടുത്തു. അങ്ങനെ വെളിവില്ലാതെ തിരിച്ചു പോയി. ടീക്കേ, എങ്ങനെയോ സ്ഥലം ചോദിച്ച് തിരിച്ച് ഭാഷകാരന്റെ അടുത്ത് എത്തുകയാണ്. അപ്പം പറയുന്നുണ്ട് ഞാൻ പണ്ടേ പറഞ്ഞതാ പോവണ്ടെന്ന്. ടീക്കേ, അന്നപ്പോൾ പോകുന്നതിന് മുന്നേ ഈ ഗ്രന്ഥത്തിന്റെ കുറച്ച് ഭാഗം പറഞ്ഞു കൊടുത്തിരുന്നു. നമ്മളുണ്ടല്ലോ ഇത് PDF ഒക്കെ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കഥ കുറച്ച് പറഞ്ഞു കൊടുക്കൂലേ. നമ്മുടെ ഗ്രന്ഥമാണെങ്കിൽ കുറച്ച് ഭാഗം നമ്മൾ ആൾക്കാർക്ക് അയച്ചു കൊടുക്കൂല. മൊത്തം അയച്ചു കൊടുത്തിട്ടില്ലെങ്കിലും വായിച്ചു നോക്കാൻ. ഇതേപോലെ ആദ്യം കുറച്ച് 4 സൂത്രം ഭാഷകാരൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂത്രത്തിന്റെ വ്യാഖ്യാനം അത്രയും ഭാഷകാരൻ തിരിച്ചു പറഞ്ഞു കൊടുത്തിട്ട് എഴുതി പിടിപ്പിച്ച സാധനമാണ് ഇന്ന് ഉപലബ്ധമായിരിക്കുന്ന പഞ്ചവാദിക. ഈ 4 സൂത്രത്തിന്റെ വ്യാഖ്യാനം എത്ര ബുക്കാണെന്ന് അറിയോ? 1 ഉണ്ട്. 2 വർഷം പഠിച്ചാലേ തീരത്തുള്ളൂ. അതിൽ തന്നെ എന്ന് പറഞ്ഞാൽ പഞ്ചവാദിക, പഞ്ചവാദിക്ക് ശേഷം വിവരണം, വിവരണത്തിന് ശേഷം ഋജുവിവരണം, അങ്ങനെ ഒരു 4-5 ടീക്ക ഉണ്ട് സാധനത്തിന്. തത്വദീപനം. ഇത് ഇറക്കിയത് മഹേശ സംസ്ഥാനം. അവിടത്തേക്കാട്ടോ വരേണ്ടത്. ഇത് പറഞ്ഞിട്ട് എല്ലാം തുടങ്ങി. ഈ മഹേശ സംസ്ഥ ശങ്കരാചാര്യരോട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അതിൽ നിന്ന് വടി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഭാഷകാരനെ വടി പിടിപ്പിച്ചതാണ് മഹേശാൻ സംസ്ഥ. അല്ല, വടി പിടിപ്പിച്ച ശരിക്ക് നിങ്ങൾ മലയാളിയാണ്. ആരാ? ഭാഷകാരന്റെ ഫോട്ടോ ആരാ വരച്ചേ? രാജാരവിവർമ്മയെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കുറെ ഫേമസ് ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ശങ്കരാചാര്യർ. അങ്ങനെയാണ് വടി പിടിപ്പിച്ചത്. കാരണം എന്താ? രവിവർമ്മ വടി വെച്ചിട്ടാണല്ലോ വരച്ചത്. വടി വരച്ചതുണ്ട്. ആണ് പ്രമാണമായിട്ട് ഓടുന്നത്. ശങ്കരാചാര്യം കണ്ടിട്ടുണ്ടോ? അന്നപ്പോൾ ഈ വടിയൊക്കെ പിൽക്കാലത്ത് വന്ന് കയറുന്നതാണ്. ഈ വടിപ്രസ്ഥാനം എന്നുള്ളത് പരമഹംസ പാരിവ്രാജ്യ പ്രസ്ഥാനമല്ല. ശങ്കരൻ പറഞ്ഞിരിക്കുന്ന വിഭാഗം ചെയ്തിരിക്കുന്ന, ശങ്കരേട്ടൻ വിഭാഗം ചെയ്തിരിക്കുന്ന ഈ സന്യാസം പരമഹംസ പാരിവ്രാജ്യമാണ്. രണ്ടും ഒക്കത്തില്ല. പഠിക്കാൻ ആർക്കും പഠിക്കാം. ഇത് പോലീസുകാരനും വേദാന്തം പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അതായത് ഇനിയും അതും കരുതണ്ട. ഏത് ഞങ്ങൾ പരമഹംസ പാരിവ്രാജികത്തിൽ സന്യാസം എടുത്തിരിക്കുന്നു, ഇങ്ങനൊരു അഭിമാനമുണ്ടാവുക സന്യാസിയല്ല. മനസ്സിലാകുന്നുണ്ടോ? സരസംഗ പരിത്യാഗിക്ക് അഭിമാനം പരിത്യാഗം ചെയ്യാൻ പറ്റിയില്ലേ? പക്ഷെ നമ്മൾ സിസ്റ്റം പറയുമ്പോഴാണ് ഇത് ഇങ്ങനെ ഇരിക്കാന്ന് പറയുന്നത്. ഓക്കെ, അതായത് ജ്ഞാനിയുടെ അടുത്ത് പോയാലേ അങ്ങേർക്ക് ഇതിന് നേരമില്ല. ബ്രഹ്മാകാര വൃത്തിയിൽ മാത്രം. നമ്മൾ ഒരു കാര്യം കൂടി ചോദിച്ചിരുന്നു അവിടെ. ഇതാണ് ജ്ഞാനിക്ക് അഭിമാനം ഉണ്ടോ എന്നുള്ളത്. ഞാൻ
ജ്ഞാനിക്ക് ബ്രഹ്മാകാര വൃത്തി മാത്രം ഉറച്ചുപോയ ആൾക്കാർക്ക് ഏതിലിപ്പോ അഭിമാനം? അപ്പോൾ ഇവിടെ നോക്കുക, ശുദ്ധ ബ്രഹ്മജ്ഞാന കർമ്മണി. ഇപ്പൊ ടീക്കയിലാണല്ലോ, നമ്മൾ ടിപ്പണിയാണ് പോകുന്നത്. സിദ്ധാന്തി അഭിമത സന്യാസേ സമുച്ചയവാദന. ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സർവസംഘ പരിത്യാഗാത്മകമായിരിക്കുന്ന സന്യാസത്തെയാണ് സിദ്ധാന്തി വിഭാവനം ചെയ്യുന്നത്. ആ കാര്യത്തിൽ പൂർവപക്ഷിക്ക് അഭിപ്രായവും ഇല്ല. സമുച്ചയവാദിയായിരിക്കുന്ന പൂർവപക്ഷിക്ക് അങ്ങനത്തെ ഒരു സന്യാസം മാനിക്കാനേ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ദണ്ഡി എന്നുള്ള പ്രസ്ഥാനത്തിൽ സന്യസിച്ചു കഴിഞ്ഞാലും ഓരോ മൂർത്തിയും വെച്ചിട്ട് ഉപാസന ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനി ടീക്ക തന്നെ നോക്കിയോ, ടീക്ക കുറെ പറയാനുണ്ട്. ഇനി ത്രിദണ്ഡി സന്യാസി ഭേദസ്. ത്രിദണ്ഡി എന്നുള്ളത് സന്യാസിമാരുടെ ഒരു ഭേദമാണെന്ന് പറഞ്ഞ വിശേഷമാണത്. അനേകങ്ങളിൽ ഒന്ന്, ശ്രേഷ്ഠ എന്നർത്ഥം ഇല്ല കേട്ടോ. അതായത് പരമഹംസനുണ്ട്, ഹംസനുണ്ട്, കുടീചകനുണ്ട്, ബഹൂതകനുണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് ഈ ത്രിദണ്ഡി സന്യാസം. ഇതെങ്ങനെ വരുന്നത്? ബാഹ്യ ദണ്ഡത്രയധാരണം തു ആന്തരദണ്ഡത്രയാജ്ഞാപനാർത്ഥം വിധീയതേത്യ അഭിപ്രായണ. ഈ അവരെ കയ്യിൽ 3 ദണ്ഡം പിടിക്കുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ഉള്ളിലുള്ള ദണ്ഡത്രയത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ഇതെന്താണ് അപ്പൊ ഉള്ളിലുള്ള ദണ്ഡത്രയം? പറയാം. തം നിരുക്തവാൻ ഭഗവാൻ മനുസ്. ഈ ദണ്ഡത്രയത്തെ ഭഗവാൻ മനു ഇങ്ങനെ നിരൂപിച്ചിട്ടുള്ളത്. അതെങ്ങനെയാ? തഥാഹി, അത് എപ്രകാരം എന്നാണെങ്കിൽ, വാഗ്ദണ്ഡോധ മനോദണ്ഡ കായദണ്ഡസ്ഥ ദൈവച യസ്യേതേ നിഹിതാ ബുദ്ധോ ത്രിദണ്ഡീതി സ ഉച്യതേ. ഒന്നാണ് വാഗ്ദണ്ഡം. ടീക്കേ, വാക്കിന്റെ സംയമമാണ് വാഗ്ദണ്ഡം. പറയേണ്ടത് മാത്രമേ പറയത്തുള്ളൂ, ചെറുപറ അങ്ങനെ വിളിച്ചു പറയുന്നില്ല. മനോദണ്ഡ, മനസ്സിന്റെ വിഷയങ്ങൾ ഒതുക്കുകയാണ്, ബ്രഹ്മാകാരത്തിലേക്ക് ഒതുക്കുക, അല്ലെങ്കിൽ ഉപാസനയിലേക്ക് ഒതുക്കുക. കാരണം ഇവിടെ ത്രിദണ്ഡി എന്നുള്ള മുഖ്യ സന്യാസി അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഉപാസന ഉണ്ടാവും. കായദണ്ഡ, ശരീരാദികളിൽ ഉള്ള പ്രവൃത്തിയും സംയമനം ചെയ്യപ്പെട്ടവനാണ്. യസ്യതി നിഹിത ബുദ്ധോ, ആരുടെ ബുദ്ധിയിലാണോ ഇങ്ങനെ 3 ഇരിക്കുന്നത് അവനെയാണ് എന്ത് പറയുന്നത്? ത്രിദണ്ഡി സ ഉച്യതേ, അവനാണ് ത്രിദണ്ഡി എന്ന് പറയപ്പെടുന്നത്. ത്രിദണ്ഡം ഏതത് നിക്ഷിപ്യ സർവഭൂതേഷു മാനവ. ഇത് എല്ലാ ഭൂതങ്ങളിലും എന്ന് പറഞ്ഞാല് ആരോടും ദേഷ്യമില്ലാതെ, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ കായം കൊണ്ടോ ഈ ഒരു ഭൂതത്തെയും ബുദ്ധിമുട്ടിക്കാതെ യാതൊരു മാനവനാണോ കാമക്രോധോതു സംയമ്യ, കാമക്രോധാദികളായിരിക്കുന്ന ചിത്തവികാരങ്ങളെ വിക്ഷേപങ്ങളെ സംയമം നടത്തിയിട്ട് തഥസിദ്ധിം നികച്ചതി, അതിനുശേഷം അവൻ സിദ്ധിയെ പ്രാപിക്കുന്നു പറഞ്ഞാല് ആ സന്യാസത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലത്തെ പ്രാപിക്കും. അത്ര വാഗാദി ദമനമേവ വാഗാദി ദണ്ഡത്വേന വിവക്ഷിതം. ഇവിടെ ഇപ്പോൾ വാഗാദി ദണ്ഡം എന്നുള്ളത് കൊണ്ട് എന്താ പറയപ്പെട്ടത്? വാഗാദികളുടെ ദമനം. ദമനം ച നിഷിദ്ധ വിവർജനം. ദമനത്തിനെ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നിഷിദ്ധങ്ങളായിരിക്കുന്ന കാര്യങ്ങളെ വർജനം നടത്തുക എന്നുള്ളത്. ഏവഞ്ച വാഗാദി കരണദമനം ത്രിദണ്ഡധർമ്മ. ഇപ്രകാരം വാഗാദി ദമനങ്ങളുടെ, വാഗാദി കരണങ്ങളുടെ, കരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, അതിനെ ദമിക്കുക എന്ന് പറഞ്ഞാല് അവ പ്രതിഷിദ്ധ കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ത്രിദണ്ഡ ധർമ്മം. ഋതുഗമനം തു അദമനം. ഋതുവിൽ ഭാര്യാം ഉപയാദം എന്നുള്ള സ്ഥലത്ത് വാഗ്ദണ്ഡോ ഇല്ല, മനോദണ്ഡോ ഇല്ല, കായദണ്ഡോ ഇല്ല. അപ്പൊ വിപരീതമല്ലേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ദൃഷ്ടാന്തം കൊടുത്തത്. ഇതെന്തിനാ? ഗൃഹിധർമ്മ, ഇത് ഗൃഹിയുടെ ധർമ്മമാണ്. ഗൃഹ അസ്തി അസ്തി ഇത് ഗൃഹി, ഗൃഹസ്ഥൻ എന്നർത്ഥം. ഇതി അനയോർ വിരുദ്ധത്വാദ്. ഇപ്രകാരം ഗൃഹസ്ഥനും ത്രിദണ്ഡിക്കും വിരോധമുള്ളത് കൊണ്ട് ന ഏകകർത്തൃകത്വം യഥാ തദ്വത്. എപ്രകാരം ഒരാൾക്ക് തന്നെ ഋതുഗമനവും ത്രിദണ്ഡ സന്യാസവും ചെയ്യാൻ പറ്റുന്നില്ലയോ, ഇതേപോലെ ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ജ്ഞാനകർമ്മ സമുച്ചയം പറ്റില്ല. ജ്ഞാനവും കർമ്മവും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനിട്ടേക്ക് നോക്കിയോ, ഒന്നും കൂടി പങ്ക്തി വായിച്ചു വരികയാണ്. ശുദ്ധ ബ്രഹ്മജ്ഞാന കർമ്മണി നൈകാധികാരേ വിരുദ്ധത്വാദ് ഋതുഗമന ത്രിദണ്ഡ ധർമ്മവത്. ഒറ്റ അനുമാനം ചെയ്ത് കഴിഞ്ഞു. പർവ്വതോന്യമാൻ ധൂമാത് എന്നുള്ളത് പോലെയാണ് ഇവിടെ കണ്ടത്. ഋതുഗമനവും ജ്ഞാനവും ഒരധികാരിയിൽ വരത്തില്ല, കാരണം അവ രണ്ടും വിരുദ്ധങ്ങളായതിനാൽ. ഏതുപോലെ? ഋതുഗമനവും ത്രിദണ്ഡ സന്യാസവും വിരുദ്ധമായതുപോലെ. അന്നപ്പോൾ ഇത് പിടിച്ചിട്ടില്ല ആർക്ക്? പൂർവപക്ഷിക്ക്. പൂർവപക്ഷി പിന്നെയും ഇവിടെ ആപത്തി ഉന്നയിക്കുകയാണ്. കോമേട്ട് പോയിക്കൊള്ളണേ. ഒരൊറ്റ സെന്റൻസ് ആണെങ്കിലും വ്യത്യസ്തങ്ങളായിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നിവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ആപത്തി പറയാണ് പൂർവപക്ഷി. അസ്തേവ തത്രാവി ക്രമേണ ഏകകർത്തൃകത്വം വിധിച്ച്. ഇവിടെ ത്രിദണ്ഡവും ഋതുഗമനവും ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ? ക്രമത്തിൽ. അതായത് കേരളത്തിലെ ദണ്ഡി സന്യാസത്തില് ദണ്ഡി സ്വാമി എന്ന് പറഞ്ഞത് ഗൃഹസ്ഥന് വേണ്ടിയാണ് വിധിച്ചത് എന്നാണ്. അങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ, ബാക്കി അന്വേഷിച്ചോ. ഉടുപ്പിയിൽ അവരുടെ സിദ്ധാന്തത്തിൽ ഗൃഹസ്ഥനാണ് പിന്നെ സന്യസിക്കുന്നത്. ആ സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പണ്ട്
ഈ ദ്വൈത സമ്പ്രദായത്തെ കുറിച്ച് ഒരു സന്യാസി പറഞ്ഞിരുന്നു, അതൊരു സമാജം അല്ലേ, ഭക്തന്മാരുടെ സമാജമല്ലേ. ടീക്ക് അങ്ങനെ പറഞ്ഞ ആളിപ്പില്ല. അങ്ങനെ വേറെ അമൃത സ്വരൂപാനന്ദ എന്നുള്ള സന്യാസി പണ്ട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ രസമുള്ള വാക്യങ്ങളായിരിക്കും. കുറെ കാലം പണ്ട് അങ്ങനെ ഗീത വിറ്റ് നടന്നിട്ടുണ്ട്. ടീക്ക് അപ്പോൾ ഏതോ ഒരു സ്വാമിയോട് പറയാണ്, ഞാൻ ഗീത ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അയ്യോ ഇത്രയും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന്റെ മുന്നേ കൊക്കക്കോലയ്ക്കും മീനിനും മാത്രമേ ഇത്രയും ഡിമാൻഡ് കണ്ടിട്ടുള്ളൂ, മീനിനെ. അങ്ങനെയാണ് കക്ഷിയുടെ ഭാഷാപ്രയോഗ രസമാണ്. അങ്ങനെയാണ് ഈ പറയുന്നത്. ഇതൊരു സമൂഹം മാത്രമല്ലേ, അതിനെ നമ്മൾ എന്തിനാണ് സന്യാസ പ്രസ്ഥാനമായിട്ട് കാണുന്നത്? അതായത് ഈ എന്താ പറയുക, ആശ്രമ പ്രസ്ഥാനങ്ങളിൽ മെനക്കി ഫുഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ വൈരാഗ്യ പ്രസ്ഥാനത്ത് പോയി കയറിക്കൊള്ളൂ. അവർക്ക് ഇക്കാര്യത്തിൽ സേവ എന്നുള്ള കാര്യത്തിൽ വളരെ മികച്ചവരാണ്. ഞങ്ങൾക്ക് സ്ഥലവും തരും, ഫുഡും തരും. അവിടുത്തെ ആരതി എന്നൊക്കെ പറഞ്ഞ രസമാണ്, കുറച്ച് സമയം ഉണ്ടാകത്തുള്ളൂ. നോക്കിയോ, അങ്ങോട്ട് വന്നു. അസ്തേവ തത്രാതിക്രമേണ ഏകകർത്തൃകത്വം വിധിച്ച് അവിടെയും ക്രമത്തിൽ ഏകകർത്തൃകത്വം കിട്ടുമല്ലോ. ഇനി ബാക്കി നാളെ പറയാം. പക്ഷെ കേരളത്തിലെ സിസ്റ്റം അല്ല കേട്ടോ ഇവിടെ, ഈ നമ്മുടെ ശൃംഗേരിയിൽ. കാരണം അവിടെയുള്ള പുതിയ ആളൊക്കെ ബ്രഹ്മചാരിയായിട്ടല്ലേ കയറുന്നത്, ഗൃഹസ്ഥനൊന്നല്ല അവിടെ. കേരളത്തിൽ അതിനെ ഗൃഹസ്ഥാശ്രമമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ പിറകോട്ട് കൊണ്ടുവന്നുള്ളൂ. അല്ലാതെ അങ്ങോട്ടേക്ക് പലരും അതിന് അങ്ങനത്തെ ഒരു നിയമമൊന്നുമില്ല. ഏത് സന്യാസിക്കുന്ന സമയത്ത് ഗൃഹസ്ഥനാണ് സന്യാസം, ബ്രഹ്മചര്യൊക്കെയാണ് സന്യാസം എന്നല്ല. കാരണം സന്യാസം പറയുന്ന സമയത്ത് തന്നെ 2 വിധത്തിൽ മന്ത്രമുണ്ട്. മുദ്ഗല ഉപനിഷത്തും ഒക്കെ ആയിട്ട് കുറെ നാരായണ ഉപനിഷത്ത് ഇങ്ങനെയുള്ള ഉപനിഷത്തിലൂടെ പറയുന്ന സമയത്ത് എന്താണ് അതിന്റെ മന്ത്രം? ബ്രഹ്മചര്യം സമാപ്യ ഗൃഹീ ഭൂത്വ വനി ഭൂത്വ പ്രവർജേത്. ഇങ്ങനെയാണ് ക്രമസന്യാസം. അഥവാ ഇതരഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എങ്കിൽ സിസ്റ്റം മാറ്റാൻ പോവുകയാണ്. ബ്രഹ്മചര്യാദേവ പ്രവർജേത് ഗൃഹാതുവാ വനാതുവാ എന്ന് പറയും. അതായത് ആദ്യം പറഞ്ഞത് 25 വർഷങ്ങൾക്ക് ശേഷമുള്ള സന്യാസമാണ്. ആദ്യം 25 വർഷം ബ്രഹ്മചര്യം, പിന്നെ അതായത് 12-ാം വയസ്സിൽ ഗുരുകുലത്തിൽ വിട്ട് 24 തിരിച്ചു വന്ന് 25-ൽ ഗൃഹസ്ഥനായി. 50 വരെ ഗൃഹസ്ഥൻ. 50-ന് ശേഷം വാനപ്രസ്ഥൻ. അപ്പൊ ശരിക്കും ഗൃഹസ്ഥികൾ എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലേ, വാനപ്രസ്ഥികൾ. അപ്പൊ വാനപ്രസ്ഥം കഴിഞ്ഞ് 75 കഴിഞ്ഞാൽ എന്ത്? സന്യാസം. ഈ സന്യാസത്തെയാണ് നിഷേധിച്ചു കളയുന്നത് സ്മൃതിയിൽ. എവിടെ? അശ്വാലംബം ഗവാലംബം സന്യാസം പല വൈതൃകം ദേവരേണ സുതോത്പത്തിയും കലവ് പഞ്ച വിവർജയ. കലികാലത്ത് ഈ 5 നിഷേധിച്ചിട്ടുണ്ട്. അശ്വാലംബം എന്ന് പറയുന്നത് കുതിരയെ അറുത്തിട്ടുള്ള യാഗം. ഗവാലംബം പശുവിനെ അറുത്തുള്ള യാഗം. അശ്വാലംബം ഗവാലംബം. സന്യാസം 3-മത്തത്. പല വൈതൃകം എന്ന് പറഞ്ഞാല് ശ്രാദ്ധ ഭോജനം. ദേവരണ സുതോത്പത്തി. ദേവർ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അനുജൻ. പണ്ടുകാലത്ത് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുജനിൽ നിന്ന് ഗർഭധാരണം നടത്തിയിരുന്നു. അതായത് പല പ്രഥകളുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ പാണ്ഡവ പ്രഥ എന്നൊക്കെ ഉണ്ടല്ലേ സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്. വീട്ടിൽ ഒരാളെ വിവാഹം ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ദേവരിൽ നിന്നുള്ള പുത്രോത്പത്തിയും നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനെ 5 നിഷേധിച്ചതിൽ സന്യാസം വിട്ടിട്ടുണ്ട്. അപ്പോൾ സന്യാസം തീരെ വേണ്ടെന്നാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. കാരണം സന്യാസം വിധിച്ചിട്ടുണ്ട്. സ്മൃതിയേക്കാൾ ശക്തമാണ് ശ്രുതി. അപ്പൊ ശ്രുതിയിൽ സന്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൃതി കൊണ്ട് മാത്രം അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിഷേധിക്കാൻ പറ്റാതെ വന്നാൽ സ്മൃതി പിന്നെന്തിനാ? അപ്പൊ രണ്ടിനെയും കൂടിയും നമ്മൾ സമരസപ്പെടുത്തും. അപ്പൊ എന്ത് പറയും? നിഷേധിച്ചത് ക്രമസന്യാസത്തെയാണ്. അതുകൊണ്ട് അക്രമസന്യാസം, ക്രമമില്ലാത്ത സന്യാസം സമ്പന്നമാവും. അതുകൊണ്ടാണ് ഏതവസ്ഥയിലും സന്യസിക്കാമെന്നുള്ള സന്യാസം. അപ്പൊ ഗൃഹസ്ഥനാണെങ്കിലും വേണ്ടിയില്ല, ബ്രഹ്മചര്യാണെങ്കിലും വേണ്ടിയില്ല, സന്യാസം സ്വീകരിക്കാം. പക്ഷെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നവർ ചിലരിക്കുന്നതിലുണ്ട്, അവൻ ഗൃഹസ്ഥനായിരുന്നു പണ്ട്, ഞങ്ങൾ മണ്ഡലേശ്വര ഗൃഹസ്ഥനല്ലേ, അങ്ങനെ എത്രയും ബോധമുള്ള വിവരമുള്ള മനുഷ്യനാരാ? ശരി. അതായത് നമ്മൾ ഹയർ ടെക്സ്റ്റ് കൊടുത്തിട്ട് എവിടെ നിങ്ങൾ പാതിയിൽ പിടിച്ചിട്ട് എവിടെ നിന്ന് ക്ലാസ് എടുത്ത് പറഞ്ഞാൽ അങ്ങേര് അതിന് മുന്നിൽ ഉണ്ടായിരുന്ന പ്രസംഗം അവതരിപ്പിക്കേണ്ട, അത് അവതരിപ്പിച്ചിട്ട് അവിടെ നിന്ന് ക്ലാസ് എടുത്ത് കളയും. അജാതിമാണ്. അതുകൊണ്ട് ഈ ഗൃഹസ്ഥനാണ് സന്യാസിയാണെന്നുള്ളതൊന്നും ഇവിടുത്തെ വലിയ കാര്യമൊന്നുമല്ല. ഈ ദണ്ഡി പ്രസ്ഥാനത്തെ കുറിച്ച് അവർ തന്നെ പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒന്നും കൂടി സ്പഷ്ടമാകും സംഭവം എന്താണ്. എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത്, ഈ ഒരു ഗൃഹസ്ഥരുടെ ഞങ്ങളുടെ ഈ ധനം സംരക്ഷിക്കാനുള്ള ഒരു കാവൽക്കാർ മാത്രമാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അതൊരു സമ്പ്രദായം എങ്ങനെയാണ് പോയത് ഒരു കാലം. ഇത് ബുദ്ധിപൂർവമായിട്ട് പദപ്രയോഗം നടത്തിയത്. അതായത് സന്യാസത്തെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സമാന ധർമ്മമുണ്ട്. പക്ഷെ ഈ 2 രീതിയിൽ ധർമ്മം എടുത്തു കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. ഈ സന്യാസത്തെ പൂർവപക്ഷി അംഗീകരിക്കുന്നുണ്ട്, പരമവംശ പാരമ്പരാജൻ അംഗീകരിക്കുന്നില്ല. 1. രണ്ടാമത്തത്
രണ്ടുപേർക്ക് സമാന ധർമ്മങ്ങൾ കയറി വരുന്നുണ്ട്, സ്നാനാചമനാദി. പക്ഷേ ഈ ഒരു ത്രിദണ്ഡി ധർമ്മം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ്, യമനമാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മനു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംയമനവും സംയമനത്തിന്റെ അഭാവവുമാണ്. ഇത് ഞാൻ അവിടെ പറയാൻ വിട്ടുവിട്ടുണ്ട്. സംയമനവും സംയമനത്തിന്റെ അഭാവവും തമ്മിൽ വിരോധമുണ്ട്. അതുകൊണ്ട് അത്ര ആലോചിച്ചിട്ട് ആ പങ്ക്തി കൊടുത്ത അവിടെ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചോ എന്ന് പറയുന്നത്. ഞാൻ എത്ര പറഞ്ഞു പോയാലും നിങ്ങൾക്ക് അതിനെ മാല വെക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവില്ല, അതേപോലെ തലയിൽ കയറ്റി വെക്കുക എന്നല്ലാതെ ഇത് നമ്മളതായി കിട്ടണമെങ്കിൽ കുറെ ടൈം എടുക്കും. ഈ സാധനം നിങ്ങൾ ഇനി എത്ര ടെക്സ്റ്റുകളിൽ കാണും എന്നാ പറയുന്നത്? പല രീതിയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്ന നേരം പിന്നെ ഓക്കെ അടുത്ത പറ എന്ന് പറയാം. ഇല്ലെങ്കിൽ എന്നും ബാലീസ് കേറാമലയായി മാറും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.